അടുത്തതായി സന്തോഷ് പവിത്രം ചേട്ടനെയും ശ്രീജിത്ത് രവീന്ദ്രൻ ചേട്ടനെയും ഏൽപ്പിക്കുന്നു. Title launch. 3, 2, 1. Clap. Wow. അടിപൊളി. ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ക്രൂവിനും എൻ്റെ എല്ലാവിധ ആശംസകളും. ഇതിൽ ലീഡ് റോൾ ചെയ്യുന്ന ഡയാന ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. ഡയാനയുടെ കുറേ നല്ല ഇമോഷൻസ് ഈ സിനിമയിലൂടെ കാണാൻ പറ്റും. പിന്നെ എന്തായാലും ഇവിടം വരെ വന്നല്ലേ, ഒരു ചെറിയ പ്രൊമോഷൻ. 19-ാം തീയതി എൻ്റെ പുതിയ സിനിമ വിഷ്ണു ഉണ്ണികൃഷ്ണൻ പീറ്റർ ഹെയ്ൻ ഒരുമിക്കുന്നൊരു സിനിമ ഇടിയൻ ചന്തു തിയേറ്റർ റിലീസാണ് ഈ മാസം 19-ാം തീയതി. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് അത് ആസ്വദിക്കണം. അതൊരു +2 പിള്ളേരുടെ ഇടിപ്പടമാണ്. ഇതിലെ കുറച്ച് പേരൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഡയറക്ടർ ടിനുവിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. ഒരുപാട് നല്ല നല്ല പ്രമേയങ്ങൾ, നല്ല നല്ല സ്ക്രിപ്റ്റ് എഴുതി കൈവശം വെച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ടിനു. ആദ്യം ഏകദേശം 2 വർഷം മുൻപ് മറ്റൊരു പ്രോജക്റ്റും കഥയായിട്ട് നമ്മൾ ഒന്നിരുന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്റ്റോറി ആയിരുന്നു, പക്ഷേ ആ പ്രോജക്റ്റ് നടന്നില്ല. പിന്നെ വീണ്ടും നല്ലൊരു ഹൊറർ സബ്ജക്റ്റ്, വളരെ എന്താ പറയുക, വ്യത്യസ്തമായ പ്രമേയത്തിൽ ബ്യൂട്ടിഫുള്ളി നറേറ്റ് ചെയ്തുകൊണ്ട് ടിനു നമ്മുടെ ഐ ആം ഇൻ എന്നുള്ള നമ്മുടെ ചിത്രത്തിൻ്റെ കഥ നറേറ്റ് ചെയ്തു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിൽ ഇങ്ങനെ ഒരു റോൾ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ടിനു എന്നെ കാസ്റ്റ് ചെയ്തതിൽ. ഐ എം റിയലി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ്. പിന്നെ ഇന്ന് ഈ ടൈറ്റിൽ ഉള്ളതുകൊണ്ട് ഇത്രയധികം ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങൾ എല്ലാവരുടെയും ഒരു നിറ സാന്നിധ്യം ഇവിടെ കാണാൻ സാധിക്കുന്നു. ഒരുപാട് സന്തോഷം തോന്നുന്നു. അത് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് വെരി പോസിറ്റീവ്. പിന്നെ ഇപ്പോൾ ശ്രീജിത്ത് ഏട്ടൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ട് നമ്മുടെ പ്രോജക്റ്റിന്. ഇടിയൻ ചന്തുവിന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പിന്നെ ഒത്തിരി കാര്യം എടുത്തു പറയണം, ഞാനും ഒരുപാട് ഹാപ്പിയാണ്. കാരണം മാലാൻഡിയുടെ കൂടെ ഇതിപ്പോൾ മകളും മരുമകളുമായിട്ട് ഒത്തിരി അഭിനയിച്ചിട്ടുണ്ട്. വീണ്ടും ഞങ്ങൾക്ക് സ്ക്രീനിൽ ഒന്നിക്കാനൊരു അവസരം കിട്ടിയിരിക്കുകയാണ് ഐ ആം ഇനിലൂടെ. ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ് ഓൾസോ. എന്തായാലും എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം, ആശംസകൾ ഉണ്ടായിരിക്കണം. നല്ല രീതിയിൽ നമ്മൾ ടൈറ്റിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ടൈറ്റിലും മനോഹരമായിട്ടും ടിനു. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടു ആ പ്രോജക്റ്റ്. എല്ലാവരുടെയും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു ആൾ. താങ്ക് യു. അടുത്തതായി നമുക്ക് ആശംസകൾ അത് ആശ്രമം പോരാടും. ഈ കൊച്ചി എത്ര പ്രാവശ്യം നിങ്ങൾ കൈയടിക്കാൻ പറയുന്നത്? നിങ്ങൾ കൈയടിക്കുക.
സബ്ജക്റ്റ്, പുതിയ പ്രൊഡ്യൂസർ, പുതിയൊരു സംരംഭം തുടങ്ങുകയാണ്. അതിനു വേണ്ട എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ഇതിൽ അഭിനയിക്കുന്നവരും ടെക്നീഷ്യന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എന്നെ ഇവിടെ ക്ഷണിച്ചതിനും അതിയായ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. അടുത്തതായി നമുക്ക് ഞാനിപ്പോൾ അവിടെ ഇരുന്നപ്പം എൻ്റെ പഴയ സുഹൃത്തായ നാരായണൻകുട്ടി എന്നോട് പറഞ്ഞു, ഇത് ഒരു കിടിലൻ സബ്ജക്റ്റാണ്, ഉഗ്രൻ സബ്ജക്റ്റാണെന്ന് പറഞ്ഞു. എനിക്കും അത് അങ്ങനെ തോന്നുന്നു. അതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസർ സന്തോഷിനെ ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് എനിവേ സന്തോഷം എന്ന് പറഞ്ഞ വ്യക്തിത്വത്തെ ഞാൻ കണ്ടപ്പോൾ ഞാൻ പുള്ളിയാണ് ഹീറോ എന്ന്. നല്ല സുന്ദരനും സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. അതുപോലെ ഇതിൻ്റെ ഹീറോയിൻ ഡയന, പോസ്റ്ററിൽ തന്നെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നു. ഷീസ് എ വെരി പ്രോമിസിങ് ഗേൾ ഫോർ അവർ ഫിലിം ഇൻഡസ്ട്രി. എൻ്റെ മറ്റൊരു സുഹൃത്ത് മാല, ഇവരെല്ലാവരെയും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ സിനിമ ഒരു വൻ വിജയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.